നമസ്കാരം. പശ്ചിമേഷ്യയിൽ സംഘർഷം കടുക്കുന്നതിനിടെ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന്റെ നിർണായക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇറാൻ. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഗാർഹ് ഐലൻഡിനു നേരെ അമേരിക്കൻ സൈന്യം ശക്തമായ ആക്രമണം നടത്തിയതിനു പിന്നാലെയായിരുന്നു ഈ നീക്കം. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഉടമസ്ഥതയിലുള്ള കപ്പലുകൾക്കും ടാങ്കറുകൾക്കും ഈ ജലപാതയിലൂടെ കടന്നുപോകാൻ അനുവാദമുണ്ടാകില്ല എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജി വ്യക്തമാക്കിയത്. നൗ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം തന്റെ നിലപാട് പുറത്തു പറഞ്ഞത്. ഹോർമോസ് കടലിടുക്ക് നിലവിൽ എല്ലാവർക്കുമായി തുറന്നിരിക്കുകയാണ് എന്നും, എന്നാൽ തങ്ങളെ നേരിട്ട് ആക്രമിക്കുന്ന ശത്രു രാജ്യങ്ങൾക്കും അവരുടെ സഖ്യകക്ഷികൾക്കും മാത്രമാണ് നിയന്ത്രണം ബാധകമാവുകയെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. മറ്റു രാജ്യങ്ങളുടെ ചരക്കുനീക്കത്തെ ഇത് ബാധിക്കില്ലെന്നും സുരക്ഷിതമായ ഗതാഗതം ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ ഭൂരിഭാഗവും കടന്നു പോകുന്ന പാതയായതിനാൽ ഇറാഖിന്റെ ഈ നീക്കം ആഗോള വിപണിയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. തങ്ങളുടെ പരമാധികാരത്തിനു നേരെ വെല്ലുവിളി ഉയർത്തുന്നവർക്കുള്ള ശക്തമായ മറുപടി കൂടിയാണ് ഇതെന്നാണ് ഇറാന്റെ പക്ഷം. ഗാർഹ് ഐലൻഡിന് നേരെയുണ്ടായ ആക്രമണത്തോടെ മേഖലയിലെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് ഏതു വിധേനയും തുറക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനായി ചൈന അടക്കമുള്ള രാജ്യങ്ങൾക്കും യുദ്ധക്കപ്പലുകൾക്കും മറ്റും അയക്കുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്നും ട്രംപ് പറയുന്നു. കടലിടുക്ക് തുറക്കുന്നതിനും സുരക്ഷിതമായി നിലനിർത്തുന്നതിനും ഈ രാജ്യങ്ങൾ അമേരിക്കയ്ക്കൊപ്പം ചേരണമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിന്റെ ഈ പ്രഖ്യാപനം. എന്തായാലും ഹോർമോസ് കടലിടുക്ക് അടച്ചുപൂട്ടാൻ ഇറാൻ ശ്രമിച്ചതിനെ തുടർന്ന് ദുരിതം അനുഭവിക്കുന്ന പല രാജ്യങ്ങളും പ്രത്യേകിച്ച് അമേരിക്കയുമായി ചേർന്ന് കടലിടുക്ക് തുറക്കുവാനും സുരക്ഷിതമായി നിലനിർത്തുവാനും യുദ്ധക്കപ്പലുകൾ അയക്കും. ഇറാന്റെ സൈനിക ശേഷിയുടെ 100% നമ്മൾ ഇതിനകം തന്നെ നശിപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ അവർക്ക് 1-2 ഡ്രോൺ അയക്കാനോ ഒരു മൈൻ ഇടാനോ അല്ലെങ്കിൽ ഈ ജലപാതയിൽ ഒരു ക്ലോസ് റേഞ്ച് മിസൈൽ എത്തിക്കുവാനോ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ചൈന, ഫ്രാൻസ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ, UK എന്നിവർ കടലിടുക്ക് തുറക്കാനായി കപ്പലുകളെ അയക്കുകയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം അമേരിക്ക തീരപ്രദേശങ്ങൾ, അതായത് അമേരിക്കയുടെ തീരപ്രദേശത്ത് ബോംബാക്രമണം നടത്തും. ഇറാനിയൻ ബോട്ടുകളെയും കപ്പലുകളെയും തുടർച്ചയായി വെടിവെക്കുകയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ഉടൻ തന്നെ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് സുരക്ഷിതവും സ്വതന്ത്രമാക്കാൻ കഴിയുമെന്നാണ് ട്രംപിന്റെ അവകാശവാദം. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നടത്തിയ പ്രവർത്തനങ്ങൾ വിജയം കാണുന്നതായാണ് വിലയിരുത്തൽ. ഇന്ത്യൻ പതാക ഏന്തിയ ശിവാലിക്, നന്ദാദേവി എന്നീ കപ്പലുകൾ കൂടി കഴിഞ്ഞ ദിവസം ഹോർമുസ് കടലിടുക്ക് കടന്നിരുന്നു. സുരക്ഷിതമായാണ് ഇവ ഹോർമുസ് കടലിടുക്ക് കടന്നെത്തിയത്. ഇവ 2 ദിവസത്തിനുള്ളിൽ മുംബൈയിലോ കണ്ട്ല തുറമുഖത്തോ എത്തുമെന്നാണ് വിവരം. എന്തായാലും കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ ഹോർമുസ് കടലിടുക്ക് കടന്നത് 5 ഇന്ത്യൻ കപ്പലുകളാണ്. ഇന്ത്യയിൽ LPG പ്രതിസന്ധി അതിരൂക്ഷമായിരിക്കുകയാണ്. കടലിടുക്ക് എന്ന ഈ കപ്പലുകൾ ആശ്വാസം കൊണ്ടുവരും എന്നാണ്, അതായത് കടലിടുക്ക് കടന്നെത്തിയ ഈ കപ്പലുകൾക്ക് ആശ്വാസം കൊണ്ടുവരാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. 2 കപ്പലുകൾ കൂടി, അതായത് 92,700 ടൺ LPG ആണ് ഈ കപ്പലുകൾ രണ്ടിലും കൂടി കടന്നെത്തിയത്. ശിവാലിക് എന്ന കപ്പൽ വെള്ളിയാഴ്ച രാത്രിയാണ് ഹോർമുസ് കടന്നത്. നന്ദാദേവി കഴിഞ്ഞ ദിവസം കാലത്ത് ആണ്. എന്തായാലും നേരത്തെ പരിമൾ, പുഷ്പ എന്നീ 2 കപ്പലുകളാണ് ഹോർമുസ് കടലിടുക്ക് കടക്കാൻ ഇറാൻ അനുമതി നൽകിയിരുന്നത്. അമേരിക്ക, ഇസ്രായേൽ, യൂറോപ്പ് കപ്പലുകൾക്ക് വിലക്ക് തുടരുമ്പോഴാണ് ഇന്ത്യൻ കപ്പലുകൾക്ക് പ്രത്യേക അനുമതി ലഭിച്ചത് എന്ന കാര്യം ശ്രദ്ധേയമാണ്. ഇന്ത്യയുടെ എണ്ണക്കപ്പലുകൾ ആക്രമിക്കില്ല എന്നും ഇറാൻ ഉറപ്പു നൽകിയിരുന്നു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ പ്രസാദും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജിയും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു ധാരണയിലെത്തിയത്.